ജയശ്രീ കേരള കിച്ചൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു നെല്ലിക്ക അച്ചാറാണ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അച്ചാറിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഉണ്ടാക്കുന്നതിൻ്റെ പിറ്റേ ദിവസം മുതൽ തന്നെ ഈ അച്ചാർ ഉപയോഗിച്ച് തുടങ്ങാം എന്നതാണ്. നെല്ലിക്കയുടെ പോഷക ഗുണങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. നെല്ലിക്കയിൽ ഉയർന്ന അളവിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ സിയും ആൻറ്റി ഓക്സിഡൻറ്റുകളും മറ്റും ശരീരത്തിന് വളരെ ഗുണകരമാണ്. ഞാനിവിടെ 1/2 കിലോ നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത്. അച്ചാർ ഉണ്ടാക്കുവാൻ ആവശ്യമുള്ള സാധനങ്ങൾ: 1/2 കപ്പ് നല്ലെണ്ണ, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 4 കഷ്ണം കായം, 1 സ്പൂൺ ഉലുവ, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയാണ്. നല്ലെണ്ണയാണ് അച്ചാർ ഉണ്ടാക്കുവാൻ ഉപയോഗിക്കേണ്ടത്. ആദ്യം തന്നെ ഒരു കടായിൽ നല്ലെണ്ണ ഒഴിച്ച് അതിലേക്ക് കായം ഇട്ട് കൊടുക്കണം. കായം നന്നായി മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് ഉലുവയും ഇട്ട് കൊടുക്കണം. കായം മൂത്ത് വന്നതിന് ശേഷം മാത്രം ഉലുവ ഇട്ട് കൊടുത്താൽ മതി. ഇവ രണ്ടും മൂത്ത് വരുമ്പോൾ ഒരു പാത്രത്തിലേക്ക് കോരിയെടുത്ത് മാറ്റാം. ഇത് തണുത്തതിന് ശേഷം ഒരു മിക്സി ജാറിലിട്ട് നന്നായി പൊടിച്ചെടുത്ത് വയ്ക്കാം. അച്ചാറിന് ടേസ്റ്റ് നൽകുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് എണ്ണയിൽ മൂപ്പിച്ചെടുത്ത കായവും ഉലുവയുമാണ്. അതുകൊണ്ട് തന്നെ നല്ല കായം ഉപയോഗിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലർ അച്ചാറിലേക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാറുണ്ട്. എന്നാൽ കായപ്പൊടി ഇടുന്നതിനേക്കാൾ സ്വാദ് കിട്ടുന്നത് കായം എണ്ണയിൽ മൂപ്പിച്ച് പൊടിച്ചെടുക്കുമ്പോഴാണ്. ഇനി കായം മൂപ്പിച്ച അതേ എണ്ണയിലേക്ക് തന്നെ നെല്ലിക്കയിട്ട് ചെറുതായി ഒന്ന് വാട്ടിയെടുക്കണം. നെല്ലിക്കയുടെ കുരു കളയുന്നതിനു വേണ്ടിയാണ് വാട്ടിയെടുക്കുന്നത്. നെല്ലിക്ക എണ്ണയിൽ കിടന്ന് ചെറുതായി മൂക്കുമ്പോൾ അതിന് സ്വാദും കൂടും. ചിലർ എണ്ണയിൽ വാട്ടിയെടുക്കുന്നതിന് പകരമായി നെല്ലിക്ക ആവിയിൽ പുഴുങ്ങാറുണ്ട്. ആവിയിൽ പുഴുങ്ങുമ്പോൾ നെല്ലിക്ക പലപ്പോഴും ഉടഞ്ഞു പോകാറുണ്ട്. മാത്രവുമല്ല, നെല്ലിക്കയിൽ ജലാംശം വരുന്നതുകൊണ്ട് പെട്ടെന്ന് ഫംഗസ് വരാനും സാധ്യത കൂടും. അതുകൊണ്ട് എണ്ണയിൽ വാട്ടിയെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അത് അച്ചാറിന് സ്വാദ് കൂടുകയും ചെയ്യും, പിന്നെ ഫംഗസ് വരുന്നത് തടയുകയും ചെയ്യും. എണ്ണയിൽ മൂപ്പിച്ചെടുക്കുന്നത് കൊണ്ട് വിനാഗിരി പോലും ചേർക്കാതെ വളരെ ഓർഗാനിക് ആയിട്ടാണ് നമ്മൾ ഈ അച്ചാർ ഉണ്ടാക്കുന്നത്. നെല്ലിക്ക ഇവിടെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നെല്ലിക്ക തണുത്തതിന് ശേഷം ഓരോ നെല്ലിക്കയുടെയും കുരു മാറ്റണം. ഒരു കത്തി ഉപയോഗിച്ച് ഓരോ നെല്ലിക്കയും ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് കുരു മാറ്റിയെടുക്കണം. കുരു കളഞ്ഞ നെല്ലിക്കയിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി 2 മണിക്കൂർ മൂടി വയ്ക്കണം. ജലാംശം പൂർണ്ണമായും കളഞ്ഞുകൊണ്ടുണ്ടാക്കുന്ന അച്ചാറായതുകൊണ്ട് വിനാഗിരി ചേർക്കാതെ തന്നെ മാസങ്ങളോളം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നെല്ലിക്കയിൽ ഉപ്പ് നന്നായി പിടിച്ചിട്ടുണ്ട്. ഉപ്പ് പിടിച്ച നെല്ലിക്കയിൽ നിന്നും നെല്ലിക്കയുടെ ജ്യൂസ് ഇറങ്ങി വന്നിട്ടുണ്ട്. പച്ച നെല്ലിക്ക ആഴ്ചകളോളം ഉപ്പ് വെള്ളത്തിൽ ഇട്ടതിൻ്റെ ഒരു എഫക്റ്റാണ് ഇങ്ങനെ ചെയ്യുക വഴി കിട്ടുന്നത്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ച മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടാതെ മിക്സിയിൽ പൊടിച്ചു വെച്ച കായവും ഉലുവയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 5-6 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നെല്ലിക്ക വഴറ്റാൻ ഉപയോഗിച്ച എണ്ണയും ഒഴിച്ച് നന്നായി ഇളക്കി കൊടുക്കണം. നമ്മുടെ അച്ചാർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നന്നായി ഇളക്കി വെച്ച നെല്ലിക്ക അച്ചാർ 24 മണിക്കൂർ റൂം ടെമ്പറേച്ചറിൽ അടച്ചു വെക്കണം. ഈ സമയം കൊണ്ട് അച്ചാറിൽ ഉപ്പും മുളകും കായവുമെല്ലാം ചേർന്ന് നന്നായി പിടിച്ചു വരും. ഇനി ഇത് ഒരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റി മാസങ്ങളോളം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. അച്ചാറുകൾ എപ്പോഴും ഗ്ലാസ് ജാറിൽ സൂക്ഷിച്ചു വെക്കുന്നതാണ് നല്ലത്. ദിവസങ്ങൾ ചെല്ലുന്തോറും നെല്ലിക്കയുടെ സ്വാദ് അച്ചാറിലേക്ക് ഇറങ്ങി വരികയും അച്ചാറിൻ്റെ ടേസ്റ്റ് കൂടി വരികയും ചെയ്യും.